നമ്മുടെ കോളേജ് നാക് A++ കിട്ടിയ ഒരു ഓട്ടോണമസ് കോളേജാണ്. ഒരുപാട് ന്യൂ ജെൻ ടെക്നോളജീസിൽ നമ്മൾ ആഡ് ഓൺ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെൽ എക്യുപ്ഡ് ലാബാണ് ഞങ്ങൾ. ടോട്ടൽ 100 ലാബ് കമ്പ്യൂട്ടേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. TCS പോലുള്ള കമ്പനികൾ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഒരുപാട് സ്പെഷ്യലൈസേഷൻ കോഴ്സുകൾ അവൈലബിൾ ആണ്. ഹായ് സർ. ഹായ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസിൽ നമുക്ക് ഏതൊക്കെ കോഴ്സസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്കിവിടെ BSc കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് BCA ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഈ 2 കോഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് തന്നെ ഇപ്പം ആസ് പെർ NEP പ്രോഗ്രാം 4-year UG പ്രോഗ്രാമാണ് ഈ 2 കോഴ്സ്. +2 കമ്പ്യൂട്ടർ സയൻസ് കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിനാണ് ഈ കോഴ്സ് ചൂസ് ചെയ്യാൻ പറ്റുന്നത്? അല്ല, ആക്ച്വലി നമുക്ക് ഈ BCA ആൻഡ് BSc കമ്പ്യൂട്ടർ സയൻസിലേക്ക് +2 മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഓർ ആപ്ലിക്കേഷൻ ഒരു വിഷയമായി പഠിച്ചാൽ മതി. കമ്പ്യൂട്ടർ സയൻസ് തന്നെ പഠിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. മാത്സ് ഓർ കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അതിൽ തന്നെ നമുക്ക് കൊമേഴ്സിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, അവർ എലിജിബിളാണ്. BSc ആൻഡ് BCA എലിജിബിളാണ്. അതേപോലെ ഹ്യൂമാനിറ്റീസിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, അവരും എലിജിബിളാണ്. അല്ലെങ്കിൽ ബയോളജി സയൻസ് പഠിച്ച ഒരു കുട്ടി മാത്സ് പഠിച്ച ഒരാളാണെങ്കിൽ ആളും എലിജിബിളാണ് ഈ കോഴ്സിലേക്ക്. എന്തുകൊണ്ട് ഈ കോഴ്സിന് സാഫി തിരഞ്ഞെടുക്കണം? ഫസ്റ്റ്, നമ്മുടെ കോളേജ് നാക് A++ കിട്ടിയ ഒരു ഓട്ടോണമസ് കോളേജാണ്. ഒന്നാമത്തെ റീസൺ അതാണ്. രണ്ടാമത്തത്, ഞങ്ങളെ കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം വെൽ എക്യുപ്ഡ് ലാബാണ് ഞങ്ങൾക്ക് 45 i3 കമ്പ്യൂട്ടേഴ്സ് ആൻഡ് 55 i5 കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ടോട്ടൽ 100 ലാബ് കമ്പ്യൂട്ടേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഇയർ ഞങ്ങൾ ആഡ് ഓൺ കോഴ്സ് കൊടുത്തത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ്, അങ്ങനെ ഒരുപാട് ന്യൂ ജെൻ ടെക്നോളജീസിൽ നമ്മൾ ആഡ് ഓൺ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലി സാധ്യതയുള്ള ആഡ് ഓൺ കോഴ്സുകളാണ് സാഫി കോളേജ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ കോഴ്സ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? 2 രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസാണ് കുട്ടികൾക്കുള്ളത്. ഫസ്റ്റ് വൺ, നമുക്ക് IT കമ്പനിയിലോട്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്സ് ഉണ്ടാവും. അതായത് TCS പോലുള്ള കമ്പനികൾ BCA പഠിച്ചൊരു സ്റ്റുഡൻറ്റിനാണെങ്കിലും അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് ആയ ഒരു സ്റ്റുഡൻറ്റിനാണെങ്കിലും ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് പ്രിഫർ ചെയ്യുന്നത് ഹയർ എഡ്യൂക്കേഷനാണ്, വിച്ച് മീൻസ് PG ആണ്, PG കോഴ്സസ് ആണ്. അതിൽ തന്നെ ബേസിക്കലി BCAൻ്റെയും അതുപോലെ തന്നെ BSc കമ്പ്യൂട്ടർ സയൻസിൻ്റെയും രണ്ടും ഹയർ എഡ്യൂക്കേഷൻ വരുന്നത്, അതായത് PG വരുന്നത് MCA ആൻഡ് MSc ആണ്. അപ്പം MSc എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്, ഒരു പ്രൊഫഷണൽ കോഴ്സാണത്. BSc പഠിച്ചൊരു സ്റ്റുഡൻറ്റിനും അതുപോലെ തന്നെ BCA പഠിച്ചൊരു സ്റ്റുഡൻറ്റിനും MCAയും MScയും ചൂസ് ചെയ്യാവുന്നതാണ്. MScയിൽ തന്നെ നമുക്ക് MSc കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ്റെ കൂടെ ഒരുപാട് സ്പെഷ്യലൈസേഷൻ കോഴ്സുകളുണ്ട്. അതായത് MSc കമ്പ്യൂട്ടർ സയൻസ് സ്പെഷ്യലൈസേഷൻ വിത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് MSc കമ്പ്യൂട്ടർ സയൻസ് സ്പെഷ്യലൈസേഷൻ വിത്ത് ഡാറ്റ സയൻസ്, ഡാറ്റ അനലിറ്റിക്സ്, ഡാറ്റ സയൻസ്, അതുപോലെ സൈബർ സെക്യൂരിറ്റി, മെഷീൻ ലേണിംഗ്, അങ്ങനെ ഒരുപാട് സ്പെഷ്യലൈസേഷൻ കോഴ്സുകൾ അവൈലബിൾ ആണ് MSc കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് ഈ പറഞ്ഞ കോഴ്സുകളെല്ലാം. ഈ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണ്? കഴിഞ്ഞ വർഷം വരെ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴിയായിരുന്നു അപ്ലൈ ചെയ്യുന്നത്. ഈ വർഷം മുതൽ ഓട്ടോണമസ് ആയതുകൊണ്ട് സാഫി കോളേജിൻ്റെ വെബ്സൈറ്റ് മുഖേന നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്.